വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു 3 ടൈപ്പ് ലെമണേഡ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെറൈറ്റി ഡ്രിങ്കാണ്. മാവിൻ്റെ ഇല അല്ലേ, മാവിൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വേറെ 2 ഡ്രിങ്കും. ഓക്കെ, അപ്പം നമുക്ക് മാവിൻ്റെ ഇല വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ ഇന്നലെ ട്രൈ ചെയ്തു കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മാവിൻ്റെ ഇല ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മാവിൻ്റെ ഇല, 2 ചെറുനാരങ്ങൻ്റെ ഇല അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഇല, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. വലുതാണെങ്കിൽ 1 ഉപയോഗിച്ചാൽ മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കുക. ഇത് ഓപ്ഷനല്ലാട്ടോ. ചെറുനാരങ്ങൻ്റെ ഇല, ലെമൺ ലീഫ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മാവിൻ്റെ 2 ഇല ഞാനൊരു 3 കപ്പ് വെള്ളത്തിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ഇതുപോലുള്ള 2 മാവിൻ്റെ ഇല കേട്ടോ ഉപയോഗിച്ചത്. അത് ഞാൻ ആ നടുവിലുള്ള അത് മാറ്റിയിട്ട് ഈ ഒരു രൂപത്തിൽ മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതും ലെമണിൻ്റെ ഇലയും കൂടി ഞാൻ ഒരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു 2.5 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര്, ലെമൺ ജ്യൂസ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് 2-3 പീസ്, 1 ഇഞ്ച് ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇതിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ട്. നിങ്ങൾക്ക് മധുരമനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇല മിൻറ്റ് ലീഫും പുതിനൻ്റെ ഇലയും കൂടെ ചേർത്ത് ഇനി നമുക്ക് 3 കപ്പ് വെള്ളമുണ്ട്, 250 ml അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് ആദ്യം അരച്ചിട്ട് പിന്നെ ഇതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അത് കാണാം. ഇവിടെ ഡ്രിങ്ക് ഇവിടെ റെഡി കേട്ടോ. ഞാൻ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ്സിൽ ഒരു 3 ഐസ് ക്യൂബ് ഇട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നമ്മളെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കസ്കസ് ബേസിൽ സൈഡ് കുതിർത്തതാണ്, അതുകൂടെ ചേർത്തത്. വേണമെങ്കിൽ കൂടുതലും ചേർക്കാം കേട്ടോ. ഇതൊന്നൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ്. മാംഗോ ലീഫിൻ്റെ ഡ്രിങ്ക് ഇവിടെ റെഡി ആട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മാംഗോ ലെമണേഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ എടുത്തത് പഴുത്ത മാങ്ങാണേ. പഴുത്ത മാങ്ങ വെച്ചാൽ നല്ല പഴുപ്പായിട്ടില്ല, കുറച്ചൊരു പുളിയുള്ള ഒരു മാങ്ങ, ഒരു വലിയൊരു മാങ്ങ. അത് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ. മുറിച്ചിട്ടിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ആവാൻ പാടുള്ളൂ. അധികമായ ഒരു മധുരം വരും. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങൻ്റെ നീര്. ഓക്കെ, പിന്നെ കുറച്ചൊരു അത്യാവശ്യം ഒരു 10 ഇല പോലെ പുതിനൻ്റെ ഇല, മിൻറ്റ് ലീഫ്, പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര. ഇതൊരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഉണ്ട് കേട്ടോ. പിന്നെ 1 ലിറ്റർ വെള്ളം, 4 കപ്പ് വെള്ളം. ഓക്കെ, കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. മാങ്ങല്ലേ, കട്ടി ആയിക്കൂല. അപ്പോൾ ഒരു 4 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മാങ്ങയും ഈ 4 ചേരുവയോട് ചേർത്തിട്ട് മിക്സിയിൽ എടുത്തിട്ട് വരും കേട്ടോ, അടിച്ചിട്ട് വരെ. ഇവിടെ റെഡി കേട്ടോ. ഞാനൊരു അരിപ്പയിലൂടെ അരച്ചെടുത്തതാണ്. നമുക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട ഗ്ലാസ്സിലേക്ക് നമ്മൾ ഡ്രിങ്ക്സ് ഒഴിച്ചെടുക്കുക കേട്ടോ. മേലേക്ക് കുറച്ച് കസ്കസ്, ഒരു ടീസ്പൂൺ ഓറഞ്ച് ലെമണേഡ് ഇങ്ങനെ തയ്യാറാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 വലിയ ഓറഞ്ച് കുരു പോയി തൊലിയൊക്കെ പുറമുള്ള ഭാഗമൊക്കെ മാറ്റി ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം, ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, അതേപോലെ ഒരു 2-3 പുതിനൻ്റെ ഇല. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര. ഇത് നിങ്ങൾക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഓറഞ്ചിൻ്റെ മധുരവും എല്ലാം നോക്കിയിട്ട് ചേർക്കാം. ഇത് ഞാനൊരു 3 കപ്പ് വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 4 ഐസ് ക്യൂബ് ഇട്ടൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കൊരു ടീസ്പൂണ് കസ്കസ് സോക്ക് ചെയ്ത് വെച്ചതുകൂടി ചേർത്ത് വെക്കാം. അപ്പോൾ നമ്മളെ ഓറഞ്ച് ലെമണേഡ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരിക്കും നോമ്പൊക്കെ തുറന്നാൽ.